ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് ഗ്രാമർ, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഉദ്ദേശിച്ചേക്കുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഗ്രാമറിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരാള് അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു അപ്രോച്ചിൽ കുറെ മാറ്റം വരുത്താൻ പറ്റും. ഇത്ര നാളും ഫോളോ ചെയ്തിരുന്നതല്ല, വേറെ കുറെ കാര്യങ്ങളും കൂടി ഇതിലുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം, ഇതിങ്ങനെയാണ് ഈ റൂൾ ഇവിടെ വരുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പൊ അതാണ് എന്റെ ഈ ഒരു എന്താ പറയാ വീഡിയോന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിപ്പോ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒരു പേപ്പർ ആൻഡ് പെന്നായിട്ട് റെഡി ആയിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാനായിട്ട്. കാരണം എന്താ, ഇതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ഉണ്ടോ? അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് ഞാൻ പിന്നെയും പറയുന്നില്ല, പക്ഷെ അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാലാണ് ലൈഫിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പേപ്പറും പേനയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സെന്റൻസ്, ഓക്കെ, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ടും അതിൽ 3 കാര്യങ്ങൾ വരണം. അതായത് സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട്. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരണം? സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് വേണം, വേർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഇത് 3 ഉണ്ടെങ്കിലാണ് ഒരു സെന്റൻസിൽ കംപ്ലീറ്റ് നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. നമുക്കൊരു കാര്യം കംപ്ലീറ്റ്ലി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിൽ ഇത് 3 വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് കുറെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന സംഭവമാണ്, എന്താണ് ഈ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കണേ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടഫായിട്ടുള്ള ഒരു കാര്യം അല്ല. ഇപ്പൊ അത് കാണിച്ചു തരാം. എന്താണ് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ കാണിച്ചു തരാം. ഐ ഡ്രൈവ് കാർ. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നത് ഐ ഡ്രൈവ് കാർ എന്നാണ്. എന്താ ഇതിന്റെ മീനിങ്? ഞാൻ കാർ ഡ്രൈവ് ചെയ്യും, അല്ലെ? ഇവിടെ ഐ എന്നുള്ളതാണ് സബ്ജക്ട്, ഡ്രൈവ് എന്ന് പറയുന്നതാണ് വേർബ്, കാർ എന്ന് പറയുന്നതാണ് ഒബ്ജക്ട്. അപ്പൊ നിങ്ങൾ നോക്കിയത് എങ്ങനെയാണ് ഇതിന്റെ സംഭവം? ഐ ഡ്രൈവ് കാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റ് ആവണേന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞുതരാം. പ്രവൃത്തി ചെയ്യുന്ന ആള്, ഓക്കെ, ഒരു കാര്യം ചെയ്യുന്നത് ആരാണ്? അയാളെയാണ് സബ്ജക്ട് എന്ന് പറയാം. ഓക്കെ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവൃത്തി ചെയ്യുന്ന ആള്. നിങ്ങൾ അവിടെ എഴുതി വെച്ചോ, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്ട്. ഇനി വേർബ് എന്താണ്? പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് വേർബ് എന്ന് പറയാം. ഓക്കെ, സോ വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയാണ് വേർബ് എന്ന് പറയാം. പിന്നത്തെയാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്യുന്നതിന്റെ റിസൾട്ട് എവിടെയാണ്? ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, അപ്പൊ അതിന്റെ റിസൾട്ട് എന്തിനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്? ആ ഒരു റിസൾട്ട് എന്താണ്? എന്തിനോടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റ്. ഇതിന്റെ റിസൾട്ട് ആർക്കാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തിനെയാണ് എന്നുള്ളതാണ് എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ റിസൾട്ട് എന്താണെന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സോ ഇവിടെ ഐ ഡ്രൈവ് കാർ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആള് സബ്ജക്ട്, ചെയ്യുന്ന പ്രവൃത്തി ഡ്രൈവിംഗ് ആണ്, അത് വേർബ്. എന്തിനെയാണ്, എന്തിനോടാണ്, അതിന്റെ റിസൾട്ട് എവിടെയാണ്? കാറിനെയാണ്, അല്ലെ? നമ്മൾ എന്താ ഓടിക്കുന്നത്? കാറാണ് ഓടിക്കുന്നത്. സോ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാ? ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഐ ബീറ്റ് a child.
ഞാൻ ഒരു കുട്ടിയെ തല്ലി. പ്രവൃത്തി ചെയ്ത ആളാരാണ്? ഞാൻ, ഐ. പ്രവൃത്തി ചെയ്ത ആളിന് സബ്ജക്ട് ഐ. എന്താ ചെയ്തത്? പ്രവൃത്തി എന്താ? ബീറ്റ്. കുട്ടിയെ ബീറ്റ് ചെയ്തു, തല്ലി. ആരുടെയാണ് ഇതിന്റെ റിസൾട്ട് അനുഭവിച്ച ആളാരാണ്? കുട്ടി, ഒരു ചൈൽഡ്, ഒരു കുട്ടിയാണ്. സോ ആ കുട്ടിയാണ് ഒബ്ജക്ട്. സോ ഇങ്ങനെയാണ് ഒരു സെന്റൻസിൽ സബ്ജക്റ്റിനെയും വെർബിനെയും ഒബ്ജക്റ്റിനെയും നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ നിങ്ങൾ ആലോചിക്കും ചില പെർട്ടിക്കുലർ സംഭവം എടുത്തിട്ട്, ഇപ്പൊ നോക്കിയേ, ഹി ഹാസ് എ കാർ. ഇതില് ഹാസ് എന്നുള്ള വാക്ക് വന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതില് പ്രവൃത്തി ആയിട്ട് ഹാസ് എന്നുള്ള വാക്ക് പ്രവൃത്തിയാണോ? അപ്പൊ എന്താണ്? ഹി ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവനൊരു കാർ ഉണ്ട്. അപ്പോ ഹാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. ഓക്കെ, അതൊരു പ്രവൃത്തിയായിട്ട് തന്നെ, വേർബ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഈ വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ആക്ഷൻസ് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ വേർബിൽ വരും. മനസ്സിലായോ? അതായത് ഓക്സിലറി വേർബ് എന്ന് പറയുന്നതുണ്ട്. ഓക്സിലറി വേർബിൽ പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി എന്നുണ്ട്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, റെഗുലർ, ഇറഗുലർ, ആക്ഷൻ വേർബ്, അങ്ങനെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാക്ക് അത് ഈ ഏതിന്റെങ്കിലും കാറ്റഗറിയുടെ അകത്ത് വന്നോളൂ. സോ അതുകൊണ്ട് തന്നെ വേർബ് എന്ന് പറയുമ്പോൾ മറ്റേപോലെ പ്രവൃത്തി എന്നുള്ള മാത്രം, റണ്ണിങ്, ജമ്പിങ്, സ്വിമ്മിങ്, ഡ്രൈവിംഗ് മാത്രമല്ല, വേറെ കുറെ വാക്കുകള് എന്താണ് പ്രവൃത്തിയിൽ വരും എന്നുള്ള കാര്യം, വേർബില് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇനി നമുക്ക് നോക്കാം. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുക, സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സിംഗുലർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. പ്ലൂറൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. സിംഗുലർ എന്ന് പറഞ്ഞാല് 1, പ്ലൂറൽ എന്ന് പറഞ്ഞാല് 2 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് സിംഗുലർ എന്താണെന്ന് നോക്കാം. സിംഗുലർ എന്ന് പറഞ്ഞാല് ഒരെണ്ണം, സിംഗിൾ, 1. പ്ലൂറൽ എന്തായിരിക്കും? 2 or more. പ്ലൂറൽ മീനിങ് 2 or more. അപ്പോ ഇവിടെ എന്തിനാ ഇത് പറയണേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണേ. അതായത് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതില് ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയും. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, അത് ഇത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ അപ്പൊ എന്തായിരിക്കും? പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പോ സിംഗുലർ സബ്ജക്റ്റിനെയൊക്കെയാണ് ഈ 1, 1-ൽ കൂടുതൽ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സിംഗുലർ വേർബ്, ഒരു പ്രവൃത്തിനെ നമ്മൾ എങ്ങനെയാണ് അത് 1, 2 എന്ന് പറയാൻ പറ്റുക? സബ്ജക്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബുക്ക്, ഇതിനെ നമുക്ക് പറയാൻ പറ്റും 1 ബുക്ക് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ 2 ബുക്സ് ആണെങ്കിൽ അതിനെ എന്ത് പറയാൻ പറ്റും? 2 ബുക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു പ്രവൃത്തി, ഇപ്പൊ റൺ എന്ന് പറയുന്ന പ്രവൃത്തി, അതിനെ നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ശരിയാണല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. അതാണ് ഇനി പറയാൻ പോണത്, ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്താണ് ചെയ്യുന്നത്? സിംഗുലർ വേർബ്. പിന്നെന്താണ്? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആണ് ആഡ് ചെയ്യുന്നത്. പ്ലൂറൽ വേർബ് ഇത്രേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് പ്രവൃത്തി ചെയ്യുന്ന ഒരാള്, അതാണ് സിംഗുലർ സബ്ജക്റ്റ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്താണ്? പ്രവൃത്തി ചെയ്യുന്ന 2 പേര് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ. ഇവിടെ നോക്കിയേ, ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറയാ, ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്നായിരിക്കും പറയാ, അല്ലെ? ഷീയുടെ മീനിങ് അവൾ, ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഏത് സബ്ജക്റ്റ് ആണ്? ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ആ സെന്റൻസ് എഴുതണത് ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, അതായത് അവൾ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിന്റെ മീനിങ്. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇവിടെ കണ്ടോ, ഷീ എന്നുള്ളത് അവൾ, ഒരാളുള്ളൂ, അവൾ ഒരാള് ചെയ്യുന്ന കാര്യമാണ്. സോ അവിടെ എന്താണ്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആണ്. ഇനി പ്രവൃത്തി നോക്കിയേ, സിംഗുലർ വെർബ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ ടീച്ചേഴ്സ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും
വിചാരിക്കും എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ വേർബ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരു കാര്യം പറയാം, എസ് ആഡ് ചെയ്താലാണ് സിംഗുലർ വേർബ് ആവുള്ളൂ. നിങ്ങളിത് 2 തവണ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. സിംഗുലർ വേർബ് എന്ന് പറയുന്നത് എസ് ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്ലൂറൽ വേർബ് എസ് വേണ്ടെന്ന്. പ്ലൂറൽ വേർബ് എന്ന് പറഞ്ഞാൽ എസ് വേണ്ട. അതാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയാം. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഞാൻ ചെയ്യുന്നത്, അതായത് ഇവിടെ സബ്ജക്ട് വേർബ് ഒബ്ജക്ട് എങ്ങനെയാ പറയാ? ഷീ സബ്ജക്ട്, ടീച്ചേഴ്സ് വേർബ്, ഇംഗ്ലീഷ് ഒബ്ജക്ട്. ഇവിടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബാണ് എഴുതേണ്ടതെന്നുള്ള സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ള റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എന്താണ്? പ്രവൃത്തി ചെയ്യുന്ന ഒരാള് ഷീ, അതിന്റെ കൂടെ ചെയ്യുന്ന പ്രവൃത്തി ടീച്ചർ എന്നല്ല എഴുതേണ്ടത്, ടീച്ചേഴ്സ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ പറയട്ടെ, അവർ രണ്ടുപേരും ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതെങ്ങനെ വരും? അവർ എങ്ങനെയാ പറയാ? ദേ എന്നുള്ളത് എഴുതുമ്പോൾ ഏതാ വരാൻ നിങ്ങളൊന്ന് പറഞ്ഞേ. ടീച്ചാണോ വരാ ഓർ ടീച്ചേഴ്സ് ആണോ വരാ? അവരും ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ദേ ടീച്ച് ഇംഗ്ലീഷ് എന്ന് വരുമോ അതോ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്ന് വരുമോ? ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേരുടെ കാര്യം പറയണേ, രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. അവർ, അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് ചേർക്കേണ്ടത്. അങ്ങനെ വരുമ്പോ എന്താ വരാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ എഴുതേണ്ടത് ടീച്ച് എന്നാണ്. ടീച്ച് ആണ് ആൻസർ. ടീച്ചേഴ്സ് എന്താണ്? സിംഗുലർ വെർബാണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ ടീച്ച് ആണ് പ്ലൂറൽ വെർബ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ഗ്രാമറിൽ കുറെ കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. സോ ഇവിടെ നോക്കാം, ദേ ടീച്ച് ഇംഗ്ലീഷ് എന്നാണ് വരാ, ടീച്ചേഴ്സ് വരില്ല. കാരണം ടീച്ചേഴ്സ് എന്താണ്? സിംഗുലർ വേർബാണ്. ടീച്ചാണ് പ്ലൂറൽ വേർബ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് സെന്റൻസ് എഴുതുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അവൾ എന്നാണ് മീനിങ് ഉള്ളൂ, ഷീ. അപ്പൊ അവനെങ്ങനെ പറയാ? ഹി എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം. ഷീ എന്ന് പറയുമ്പോൾ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷീയുടെ കൂടെ ഇപ്പോ ഉള്ള കാര്യം പറയാനായിട്ട്, പ്രസന്റിലെ കാര്യം പറയാനായിട്ട്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സംഭവിക്കുന്നത്, അതിനായിട്ട് ഈസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതായത് അവള് ഒരു ടീച്ചറാണ്, എങ്ങനെ പറയാ? ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയാ. പക്ഷെ അവൾ ടീച്ചർ ആയിരുന്നു എന്ന് എങ്ങനെ പറയാ? ഈസ് എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് നിങ്ങൾ ഓക്കെ, അവൾ ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അവളൊരു ടീച്ചറാണ് അല്ലെ? അവളൊരു ടീച്ചറാണ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ അവളൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാനായിട്ട് എങ്ങനെ വരണം? ഷീ ഈസ് മാറ്റിയിട്ട് വാസ് ആക്കണം. ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, അതായത് അവളൊരു ടീച്ചറാണെന്ന് പറയാനായിട്ട് ഷീ ഈസ് എ ടീച്ചർ. ഓക്കെ, അവൾ എന്നുള്ളതിന് ഷീ ഈസ്, അതായത് ഒരു ടീച്ചർ ആണ്, ഇപ്പോഴും ആണ്, ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈസ് എന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഒരു എ ടീച്ചർ കണ്ടോ, ഒരു എന്നുള്ളത് എ, ടീച്ചർ എന്നുള്ളത്. ഇതെന്ത് ഇങ്ങനെ വന്നേ? നമ്മൾ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക്, പലരും ചെയ്യാറുള്ള മിസ്റ്റേക്ക് ആണ്, നമ്മൾ മലയാളത്തിനെ അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കും. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ തെറ്റും. വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ സെന്റൻസ് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ എങ്ങനെ പറയാ? അവൾ ഒരു ടീച്ചറാണ്. പക്ഷെ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷീ ഈസ് എ ടീച്ചർ എന്നാണ്. കണ്ടോ? വാക്കുകളൊക്കെ ഓക്കെ ആയിട്ട് കിട്ടും, പക്ഷെ ഓർഡർ തെറ്റിപ്പോവും. ഓർഡർ തെറ്റിയ ഗ്രാമർ ഫുൾ തെറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ, അതായത് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കും. വാക്കുകൾ മാറ്റിക്കോ, പക്ഷെ സെന്റൻസ് ഫുൾ ആയിട്ട് മാറ്റരുത്, തെറ്റിപ്പോവും, ഷുവർ ആണ്. കണ്ടോ? അപ്പൊ നോക്കി, അവളൊരു ടീച്ചറാന്ന് പറയുമ്പോൾ ഷീ ഈസ് എ ടീച്ചറാണ്. പക്ഷെ അവളൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാനായിട്ട് ഇസ് ഉപയോഗിക്കരുത്. ഇസിന് പകരം വാസ് ഉപയോഗിക്കണം. വാസ് ഉപയോഗിച്ചതിന്റെ അർത്ഥം എന്താണ്? അവളൊരു ടീച്ചർ ആയിരുന്നു. അപ്പൊ വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ കാണിക്കാനായിട്ട്, കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത്, ആയിരുന്നു. ഇസ് എന്താണ്? പ്രസന്റ്, ഇപ്പോഴത്തെ കാര്യം പറയാനായിട്ട് ഇസ് ഉപയോഗിക്കാം. മനസ്സിലായോ?
ഇനി ഒന്നിൽ